ഇന്ന് നമുക്ക് ഒരു ഉച്ചയൂണിനെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള 3 വിഭവങ്ങളുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒരു ചാറുകറി ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള കായ മെഴുക്കു പുരട്ടി, അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ തൃശ്ശൂർ ഭാഷയിൽ കായുപ്പേരി, പിന്നെ ഒരു ചെമ്മീൻ ഫ്രൈയും ഉണ്ട് കേട്ടോ. ചെമ്മീൻ ഫ്രൈ കിഡിലനാണ്, ഒരു പ്രത്യേക രീതിയിലാണ് നമ്മളത് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. ആദ്യം തന്നെ നമുക്ക് ഒരു ചാറുകറി ഉണ്ടാക്കാം. അപ്പോൾ മാങ്ങാക്കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ ആദ്യം തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ ഒരു 2 സവോള ചെറുതാക്കി സ്ലൈസായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 2-3 പച്ചമുളകും നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് എരിവിന് ആവശ്യമായിട്ട് 1 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂണോളം മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി കറിക്ക് നല്ല കൊഴുപ്പുണ്ടാവാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് കൈവച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അതിനുശേഷം കൈ വെച്ച് നന്നായിട്ട് തിരുമ്പി കൂട്ടി യോജിപ്പിച്ച് വെക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു സ്മെല്ലെന്ന് പറയുന്നത് അപാരം തന്നെയാണ് കേട്ടോ. അതിനുശേഷം അരമുറി നാളികേരം ചുരുക്കിയിട്ട് അതിൽ നിന്ന് 1-ാം പാലും 2-ാം പാലും സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അതിൽ 2-ാം പാലാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം ഒരു 2 ഗ്ലാസോളം 2-ാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ 2-ാം പാൽ ഒഴിച്ചതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച് മിക്സ് ചെയ്ത് വെക്കാം. ഒരു 5 മിനിറ്റോളം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. അതിനുശേഷം നമുക്കിത് അടുപ്പിലേക്ക് മാറ്റാം. തീയൊക്കെ ഓണാക്കി കൊടുത്തതിന് ശേഷം ഒന്ന് തിളപ്പിക്കാനായിട്ട് അനുവദിക്കാം കേട്ടോ. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഉച്ചയ്ക്ക് തോരൻ ഉണ്ടാക്കാനായിട്ട് കായ വൃത്തിയായിട്ടൊന്ന് കഴുകി നന്നാക്കി എടുക്കാം. അപ്പോൾ കായയുടെ പുറത്തുള്ള തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട്. മുഴുവനായിട്ട് തൊലി കളയുന്നില്ല, ചെറുതായിട്ട് അവിടെ ഇവിടെ മാത്രമേ തൊലി കളഞ്ഞെടുക്കുന്നുള്ളൂ. കായ എപ്പോൾ ഉപ്പേരി വെക്കുകയാണെന്നുണ്ടെങ്കിലും തൊലി കൂടി ഇട്ട് വെക്കുന്നതാണ് അതിൻ്റെ ആ ഒരു രുചി എന്ന് പറയുന്നത്. ചില സമയത്ത് ഞാൻ കായയുടെ കൂടെ ഉണക്കപ്പയറും കൂടി ഇട്ട് വെക്കാറുണ്ട്, പച്ചപ്പയർ ഇട്ട് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഉണക്കപ്പയറും പച്ചപ്പയറൊക്കെ ഇട്ട് വെക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് വേറെ തന്നെയാണ്. പക്ഷേ ഇന്ന് നമുക്ക് ചാറുകറിയുടെ കൂടെ ഒന്ന് സൈഡായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെഴുക്ക് പുരട്ടി, അല്ലാന്നുണ്ടെങ്കിൽ തോരൻ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ തൃശ്ശൂർ ഭാഷയിൽ തന്നെ ഉപ്പേരി. ഞങ്ങൾക്ക് എല്ലാം ഉപ്പേരിയാണ് കേട്ടോ. കായുപ്പേരി, ബീൻസ് ഉപ്പേരി, പയറുപ്പേരി, ക്യാരറ്റ് ഉപ്പേരി എല്ലാം ഞങ്ങൾക്ക് ഉപ്പേരിയാണ്. അപ്പോൾ എന്തായാലും കായൊക്കെ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ വെള്ളത്തിലൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ അരിയുന്ന രീതിയും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. ചിലരിങ്ങനെ ചെറുതായിട്ട് കുനുകുനാന്ന് അരിഞ്ഞെടുക്കുന്നവരുണ്ട്, ചിലർ ഇതുപോലെ അരിയുന്നവരുണ്ട്, ചിലർ 6 മുറിച്ചിട്ട് അരിയുന്നവരുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കറ കളയാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കായ മുങ്ങി കിടക്കുന്ന രീതിയിൽ നമുക്ക് വെള്ളം വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒരു 10 മിനിറ്റോളം മിക്സ് ചെയ്ത് വെക്കുമ്പോഴേക്കും ഇതിൻ്റെ കറയൊക്കെ നന്നായിട്ട് ഇളകി വരും. അതിനുശേഷം കായ 2-3 പ്രാവശ്യം നല്ല വെള്ളത്തിൽ വാഷ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കറ പോയതിന് ശേഷം കറി വയ്ക്കുകയാണ് എപ്പോഴായാലും നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ അതിനൊരു ടേസ്റ്റ് വ്യത്യാസം വേറെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് എന്തെങ്കിലും ഒരു മീൻ വിഭവം വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെമ്മീൻ ഫ്രൈ ആണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. ഒരു പ്രത്യേക രീതിയിലാണ് ചെമ്മീൻ ഫ്രൈ ചെയ്യുന്നത് കേട്ടോ. വളരെയധികം ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ തലയും വാലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലൊരു നൂല് പോലെ കറുത്തിട്ടൊരു സാധനം ഉണ്ടാവും, അതിൻ്റെ കുടലെന്നൊക്കെ ചിലർ പറയാറുണ്ട്. അപ്പോൾ അതൊന്ന് വലിച്ചെടുത്ത് കളയണം കേട്ടോ. ഇത് കഴിച്ചു കഴിഞ്ഞാൽ വയറുവേദന വരുന്നതാണ് പറയാറുള്ളത്. നന്ന പൊടി ചെമ്മീനിലൊക്കെ നമുക്കിതൊന്ന് കളഞ്ഞെടുക്കാനായിട്ട് അത്ര ഈസിയുള്ള കാര്യങ്ങളല്ല. അപ്പോൾ വലിയ ചെമ്മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകം അത് കളഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ചെമ്മീൻ തൊലി കളയാനൊക്കെ ആയിട്ട് ഭയങ്കര മടിയാണ്. ചെറിയ ചെമ്മീനാണെങ്കിൽ പിന്നെ പറയും വേണ്ട കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സൂത്രം പറഞ്ഞുതരാം. കുറച്ച് ചൂടുവെള്ളം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഒരു 5 മിനിറ്റ് ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ ആ ഒരു സ്കിന്നൊക്കെ നന്നായിട്ട് ഇളകി പോരും കേട്ടോ. അപ്പോൾ ചെറിയ ചെമ്മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് വലിയ ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം ഇതിൽ ചെയ്തിട്ടില്ല. അപ്പോൾ ചെമ്മീനൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാല പുരട്ടി കൊടുക്കാം. അപ്പോൾ അതിനാവശ്യമായിട്ട് ഒരു 1/4 ടീസ്പൂണോളം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടേബിൾ സ്പൂണോളം കോൺഫ്ലവറും 3/4 ടേബിൾ സ്പൂണോളം മൈദയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കളറിന് ആവശ്യമായിട്ട് 1 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അത് കുഴച്ചതിന് ശേഷം ആവശ്യമാണെന്നുണ്ടെങ്കിൽ തോന്നിയാൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതാ കുറച്ച് നമ്മൾ ഇതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റോളം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഈ ഒരു സമയം കൊണ്ട് നമ്മൾ കറിയൊക്കെ തിളച്ച്
അത്യാവശ്യം ഒന്ന് കുറുകി വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം പുളിയുള്ള ഒരു മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുതാക്കി ഇങ്ങനെ സ്ലൈസ് ആയിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പെട്ടെന്നൊന്നും ഉടഞ്ഞു പോകാത്ത മാങ്ങ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് ഉടഞ്ഞു പോകാത്ത ടൈപ്പ് മാങ്ങയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മാങ്ങയുടെ പേരെന്താണെന്ന് ഞാൻ മറന്നുപോയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഞാനത് മെൻഷൻ ചെയ്യായിരുന്നു. അപ്പോൾ എന്തായാലും മാങ്ങ ചേർത്ത് കൊടുത്ത് മാങ്ങയ്ക്കൊന്ന് വെന്ത് വന്ന ആ ഒരു സമയത്ത് നമ്മൾ ചേർത്ത്, അതായത് ആദ്യം തന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഒന്നാം പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു അര ഗ്ലാസോളം ഒന്നാം പാലാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഓഫാക്കാം കേട്ടോ. ഇനി നമുക്കിത് താളിക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എപ്പോഴായാലും നാടൻ ഇതുപോലുള്ള കറികളൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ചധികം കടുക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുകൊക്കെ നല്ല രീതിയിൽ പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് വറ്റൽമുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു കറിയിലേക്ക് നമ്മൾ ഈ ഒരു താളിപ്പും കൂടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കിടിലനായിട്ടുള്ള കറി തയ്യാറായിട്ടുണ്ട് കേട്ടോ. ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാനായിട്ട് നല്ല ബെസ്റ്റ് കറിയാണ്. നല്ല എരിവും പുളിയൊക്കെ കൂടിയിട്ടുള്ള നല്ല കിടിലനായിട്ടുള്ള ഒരു മാങ്ങ കറി. മസ്റ്റായിട്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ഒഴിച്ച് കറി അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം തോരനിലേക്ക് അടക്കാം, ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചീനച്ചട്ടിയിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു 3-4 വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചുവന്നുള്ളിയും നന്നാക്കി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. എരിവിന് ആവശ്യമായിട്ട് ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മുളക് പൊടിക്ക് പകരം നിങ്ങൾക്ക് ചതച്ച മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ് ടേസ്റ്റിന് ഏറ്റവും ബെസ്റ്റ്. എൻ്റെ കയ്യിലുള്ളത് പൊടി ആയതുകൊണ്ട് അത് ചേർത്ത് കൊടുത്തു എന്നുള്ളൂ. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി കറിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുള്ള കായ കൂടി ചേർത്ത് കൊടുത്ത് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിത് വെവാനായിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. കായൊക്കെ പെട്ടെന്ന് അടി പിടിക്കുന്ന ഒരു ടൈപ്പ് പച്ചക്കറിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെവുന്നതിന് ആവശ്യമായിട്ട് നമ്മൾ 1/2 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ തൊട്ടുപുറത്ത് അടുപ്പിൽ നമുക്ക് മീൻ ഫ്രൈ ചെയ്യാനായിട്ട് വയ്ക്കാം. അതായത് ചെമ്മീൻ നമ്മൾ മസാലയൊക്കെ പുരട്ടി മാറ്റി വെച്ചിട്ടില്ലേ, അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ഫ്രൈ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ ചെമ്മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് ഡീപ്പായിട്ടുള്ള ഫ്രൈ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് ഷാലോ ഫ്രൈ മാത്രം ചെയ്താൽ മതിയാവും. നമുക്കിതിൽ ഇനി കുറച്ചുകൂടി ഇൻഗ്രീഡിയൻസ് ഒക്കെ വരാനുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഈ ഒരു ചെമ്മീൻ ഫ്രൈന് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ചെമ്മീനൊക്കെ ഒരു ഭാഗം റെഡിയായി വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോഴേക്കും കായയിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കായ വെന്തോന്നൊക്കെ നോക്കുക. അതിനുശേഷം നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് വെന്ത് ഉപ്പൊക്കെ പാകമാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇറക്കി വെക്കാം കേട്ടോ. അതായത് തീയൊക്കെ ഓഫാക്കി കൊടുത്ത് കായത്തോരനും റെഡിയാക്കി വെക്കാം. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള കായുപ്പേരിയും തയ്യാറായിട്ടുണ്ട്. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചു. ഇനി നമ്മുടെ ഫുൾ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ചെമ്മീൻ ഫ്രൈയിലാണ് കേട്ടോ. അപ്പോൾ ചെമ്മീനൊക്കെ ഒരു ഭാഗം ഫ്രൈ ആയി വന്നപ്പോൾ നമ്മൾ മറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പരുവത്തിൽ ചെമ്മീൻ ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനായിട്ടും വളരെയധികം നല്ലതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാനായാലും. പക്ഷേ ഒന്നുകൂടി നമുക്ക് കുറച്ച് അംഗസംഖ്യയൊക്കെ കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ വേറൊരു മാറ്റം വരുത്തിയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോഴാണ് എല്ലാവർക്കും ഇതിൽ നിന്ന് കുറേശ്ശെങ്കിലും ഉണ്ടാവുള്ളൂ എടുക്കാനായിട്ട്. ഇതിപ്പോൾ ഇങ്ങനെ ഓരോന്നെടുത്ത് തിന്നുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ തന്നെ കാലിയാവും. അപ്പോൾ എന്തായാലും നമ്മൾ ചെമ്മീനൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ആഡ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ചെമ്മീനൊക്കെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ടുള്ള അതേ പാനിലേക്ക് തന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു 5-6 ചുവന്നുള്ളി നീളത്തിൽ അരിഞ്ഞത് കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ മാത്രം വഴറ്റിയെടുത്താൽ മതിയാവും. ഇതിലേക്ക് നമുക്ക് 2 തണ്ട് കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഒന്ന് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നാളികേരം ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു പിടി നാളികേരം ഇട്ട് കൊടുക്കാം. അപ്പോൾ നാളികേരം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ എരിവിന് ആവശ്യമായിട്ട് 1 ടീസ്പൂണോളം മുളക് പൊടി, അതായത് നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ട് എത്രയാണോ വേണ്ടത് അതിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ നമുക്ക് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് ഇതിൻ്റെ പച്ചമണം പോകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സ്മെല്ലുണ്ടല്ലോ, നല്ല അടിപൊളി മണമാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മസ്റ്റായിട്ടുള്ള
ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് ഒന്ന് മിക്സായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം സോയാ സോസും അതുപോലെ തന്നെ 1 ടീസ്പൂണോളം ചില്ലി സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് ഈ ഒരു ചെമ്മീനുമേ ഈ ഒരു എന്താ പറയുക മസാലയൊക്കെ നല്ല രീതിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക എന്ന് പറയില്ലേ, അതുപോലെ കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല കിഡിലൻ ടേസ്റ്റാണ്. ഈ ചെമ്മീൻ മാത്രം നമുക്ക് പറക്കി കഴിക്കാനായിട്ട് തോന്നും, അത്രയും ടേസ്റ്റാണ്. എന്തായാലും ഇന്നത്തെ എൻ്റെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങളൊക്കെ ഇതാണ്. നിങ്ങളെല്ലാവരും പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി കഴിയുന്ന ആ ഒരു സമയത്ത് തന്നെ അടുക്കളയ്ക്ക് ഇത് ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട്, ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യുക. അടുത്തൊരു കിഡിലൻ വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ബൈ.